അദ്ദേഹത്തിന്റെ വീഡിയോ ഉണ്ട്, അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ട് പിണറായി ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ചർച്ച നടത്തി ധാരണ ഉണ്ടാക്കി നേരിട്ട് തെരഞ്ഞെടുപ്പ് ഇനിയും സമയം ഇത്രയും പോരെ. അതായത് 2011 ഇലക്ഷനിൽ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ശ്രീ പിണറായി വിജയനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. ടി ആരിഫ് അലി, ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ അമീർ. സംസ്ഥാനത്ത് മൊത്തത്തിലുള്ള ധാരണയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ഡലത്തിലാണോ? സംസ്ഥാനത്തിലെ ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന തലത്തിലാണ് തീരുമാനം എടുക്കാറുള്ളത്. ആദ്യ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി മൂല്യാധിഷ്ഠിത കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ഇരുമുന്നണികളിൽ നിന്നും ജമാഅത്തെ ഇസ്ലാമി ആളുകളെ തെരഞ്ഞെടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. പിന്നീടാണ് മുന്നണികളെ പിന്തുണക്കുന്ന കാഴ്ചപ്പാടിലേക്ക് വന്നത്. അത് 2006 പൂർണ്ണമായി 140 മണ്ഡലങ്ങളിലും CPM-നെയാണ് പിന്തുണച്ചിട്ടുള്ളത്. രാഷ്ട്രീയമായി ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഇരുമുന്നണികളുമായി ബന്ധപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ചർച്ച നിങ്ങൾക്ക് അവരോട് ചോദിക്കാവുന്നതാണ്. രാഷ്ട്രീയമായ കാരണങ്ങളാലല്ലാതെ ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും വിഭാഗത്തിന് പിന്തുണ കൊടുത്തിട്ടില്ല, പിന്തുണ മാറ്റിയിട്ടില്ല. മറ്റൊരു ഉപാധിയും ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നാളിതുവരെയില്ല. രാഷ്ട്രീയത്തിൽ ഒരുപാട് ഡീലും ഇടപാടും വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നുണ്ടാകാം. നാളിതുവരെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിക്കോ ഒരു കക്ഷിക്കോ ജമാഅത്തെ ഇസ്ലാമി നൽകുന്ന പിന്തുണയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായ കാരണമല്ലാതെ മറ്റൊന്നും ഉദ്ധരിക്കുക സാധ്യമല്ല. ഈ രാഷ്ട്രീയപരമായ കാരണങ്ങളിൽ തന്നെ